90% ആളുകൾക്ക് കാരണം പറയാനുണ്ടാവില്ലെങ്കിലും ഒരു 10% ആളുകൾക്ക് വ്യക്തമായിരിക്കുന്ന ധാരണയുണ്ടായിരിക്കും. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് പറയുന്നത്, ഇത് നിനക്കാവില്ല എന്ന് പറയാൻ വേണ്ടി വരുന്നത്. അങ്ങനെയുള്ളവർ പറയുമ്പോൾ കേൾക്കാതിരിക്കരുത്. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം, എന്തുകൊണ്ട് എനിക്കാവില്ല എന്ന് പറയുന്നുള്ളത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് വെച്ചാൽ എന്നാൽ അവർ പറഞ്ഞല്ലോ ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാനല്ല. അവർ പറഞ്ഞു കഴിഞ്ഞ ശേഷം ആ കാര്യങ്ങളെയും കാരണങ്ങളെയും പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് കേട്ട ശേഷം കുറച്ച് സമയം ഒറ്റയ്ക്ക് പോയിരുന്ന് ചിന്തിക്കുക. എന്താ ചിന്തിക്കേണ്ടതെന്നറിയോ? എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഈ പറഞ്ഞതായിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഉള്ളതായിരിക്കുന്ന സൊല്യൂഷൻ എന്താണ്. തീർച്ചയായിട്ടും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് പൂർണ്ണ നിശ്ചയമുണ്ടെങ്കിൽ, നമ്മളതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്ലാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ആ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളതായിട്ടുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, അതിന് വേണ്ടതായിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു തടസ്സങ്ങളും ഇല്ലാതെ ആരും മുന്നോട്ട് എത്തിയിട്ടുണ്ടായിരിക്കില്ല. എവിടെ തടസ്സങ്ങൾ വരുന്നോ അതിനൊക്കെ തന്നെ ഞാൻ ഓട്ടത്തിൽ ഒരു ഹഡിൽസ് ചാടി കിടക്കുന്നതായിട്ടുള്ള ഓട്ടം ഉണ്ടല്ലോ, 400 മീറ്റർ 500 മീറ്റർ, ആ ഓട്ടത്തിൽ എന്താ ചെയ്യാമെന്നറിയോ? ഒരു 100 മീറ്റർ കഴിയുമ്പോൾ അവിടെ നമുക്കൊരു തടസ്സം വെച്ചിട്ടുണ്ടാവും, അവിടം വരെ ഓടിയെത്തി അതിനെ ചാടിക്കിടക്കണം, എന്നിട്ട് വേണം അടുത്ത കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട്. ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തിലും അത് മുന്നോട്ടുള്ള യാത്രയിൽ പോകുന്ന സമയത്ത് ഒരു ഹഡിൽസ് വരുന്നുവെങ്കിൽ അതിനെ ഉയരത്തിൽ ചാടി മറികടക്കാനുള്ളതാണ്. ഓട്ടത്തിൽ പിന്നെയും അതേ നിലത്ത് തന്നെയാണ് മുന്നോട്ട് പോവുക. ജീവിതയാത്രയിൽ അങ്ങനെയല്ല, എത്ര ഹൈറ്റ്സിലേക്ക് ചാടിയോ ആ തലത്തു നിന്ന് ആ ഹൈറ്റ്സ് നിന്നായിരിക്കും പിന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരുള്ളൂ. താഴെ കൂടെ ഓടേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടാവില്ല.